അവസാനം ഡോക്ടർ പറഞ്ഞു കിട്ടാൻ ചാൻസ് കുറവാണ്, 99% കിട്ടാൻ ചാൻസ് കുറവാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ലിസ്ണേഴ്സ്. അപ്പോൾ ഇന്നൊരു സാധാരണ വീഡിയോ ആയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ഒരു ഡെയിലി സ്റ്റോറി പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊരു ഇമോഷണൽ ലൈഫ് സ്റ്റോറി ആയിരുന്നു. അപ്പോൾ ഓക്കെ, അതിൻ്റെ 9 മന്ത് എങ്ങനെയായിരുന്നു ഞാൻ പറയാം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഹോസ്പിറ്റലിൽ പോയപ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് പോയിട്ടുള്ളത് കേട്ടോ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് കിട്ടാൻ ചാൻസ് കുറവാണ്, ബേബിന് കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഡോക്ടർ പറഞ്ഞു എൻ്റെ യൂട്രസ് ഒരു ഹാർട്ട് ഷേപ്പാണ്. അങ്ങനെയുള്ള കേസിലൊക്കെ ഇപ്പോൾ 99% ബേബീനെ കിട്ടാൻ ചാൻസ് കുറവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനും അച്ഛനും അമ്മയ്ക്കായിട്ടാണ് പോയത്. വിച്ചു ഇവിടെ ഉണ്ടായിരുന്നില്ല, വിച്ചു കണ്ണൂരായിരുന്നു, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. ആ സമയത്ത് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞത് തന്നെ. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ ആകെ കൺഫ്യൂഷനായി. എന്നിട്ട് പറഞ്ഞു ഫുൾ റെസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ബേബിന് കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ നോക്കണം, അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. കിട്ടാനായിട്ട് ചാൻസ് കുറവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എന്തായാലും അങ്ങനെയാണ് മനസ്സിലായി. പിന്നെ ഫുൾ റെസ്റ്റ് ആയിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ കൂടുതൽ എഴുന്നേക്കാനോ ഒന്നും വേണ്ട, ഫുൾ അങ്ങനെ ബെഡ് റെസ്റ്റ് തന്നെ പറഞ്ഞു. അപ്പോൾ അതിന് 3 മാസം നോക്കാമെന്ന് പറഞ്ഞു. നമുക്ക് അത് അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ, അതൊക്കെ അപ്പം തന്നെ സന്തോഷിക്കണോ, അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ കാരണം നമുക്ക് പ്രഗ്നൻ്റ് ആകുന്നപ്പോൾ ഒരു സന്തോഷം, അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇങ്ങനെ കേട്ടുകഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒരിക്കലും പ്രഗ്നൻ്റ് ആവില്ല, എന്നായാലും കിട്ടില്ല. ആ ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പ്രഗ്നൻ്റ് ആയ ശേഷം ഒരു 55 കിലോ ഉണ്ടായുള്ളൂ. പിന്നെ അങ്ങ് നീര് വന്ന് ഒരു 85 kg ഞാൻ പെട്ടെന്ന് വണ്ണം വെച്ചു. ഞാൻ കണ്ണൂർ പോയില്ല, കാരണം നമ്മൾ ഇവിടെ നിന്ന് തൊട്ടപ്പുറം പോലെ ഞാൻ ട്രാവൽ ചെയ്യില്ല. ഞാൻ ആകെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോകും, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിൽ വരും. അല്ലാതെ വേറെ ഒരു രോഗം എനിക്കുണ്ടായിരുന്നില്ല. ആ 9 മന്ത് അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ വയറൊക്കെ വെച്ച് പൊന്നൊക്കെ വയറ്റിൽ നമ്മൾ തൊട്ട് അങ്ങനെയൊക്കെ നോക്കൂലേ, ആ ടൈമിൽ തൊട്ട് ഒരു ദിവസം തന്നെ അനങ്ങിയില്ലെങ്കിൽ അപ്പം നമുക്ക് ടെൻഷനാണ്. കാരണം ഡോക്ടറെ വിളിച്ച ഡോക്ടർ അപ്പം തന്നെ പോന്നോളൂ എന്ന് പറയും. കാരണം നമ്മൾ എല്ലാ മാസം സ്കാൻ ചെയ്യണം, എല്ലാം ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഒരു തരത്തിലും നമുക്കൊരു തെറ്റ് സംഭവിക്കരുത്. ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എല്ലാവരും ചെയ്യണ പോലെ ബേബി ഷവർ നടത്തേ, അങ്ങനെ 9 മന്തിൻ്റെ 7 മന്ത് അതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് പോലും എനിക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയില്ലായിരുന്നല്ലോ നമുക്ക് എന്താവും, ലാസ്റ്റ് ആയാലും എന്താവും, കിട്ടോ ഇല്ലയോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് എനിക്ക് അതിനോട് തീരെ താല്പര്യം ഉണ്ടായില്ല. കാരണം എനിക്ക് അങ്ങനെ ആരോട് ഷെയർ ചെയ്യാൻ തന്നെ താല്പര്യം ഉണ്ടായില്ല. ഞാൻ പ്രഗ്നൻ്റ് ആണ്, കാരണം അതൊരു ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ തന്നെ ആയാലും പറയും അങ്ങനെ മനസ്സിൽ പറയുമ്പോൾ തന്നെ അത് എന്തെങ്കിലും ആവോ അങ്ങനെയൊക്കെ ആയിരുന്നു. 8 മന്തോളം കഴിക്കാനായിട്ട്, അതായത് അബോഷനായിട്ട് പോകേണ്ടിയിരിക്കുന്ന ഒരു മെഡിസിൻ ഉണ്ടായിരുന്നു. ആ ഒരു ബലത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ ഈ പ്രഗ്നൻസി നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കാണുന്ന പോലെ ഡാൻസ് നടക്കുന്നു. ഞാനവിടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കൂടി ഉണ്ടായിരുന്നില്ല. സിസ്റ്ററിനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അത് ഒഴിവായി കിട്ടി. എന്തോ ഫുൾ പ്രാർത്ഥനയാണല്ലോ, അതിൻ്റെതായ രീതിയിൽ അത് ഒഴിവായി കിട്ടി. എനിക്ക് എന്തായാലും സി സെക്ഷൻ ആയിരിക്കും, നോർമൽ എൻ്റെ കാര്യത്തിൽ പോസിബിൾ ആവില്ല. അപ്പോൾ അതെന്തായാലും നമുക്ക് മുന്നേ അറിയായിരുന്നു സി സെക്ഷൻ ആയിരിക്കുന്നത്. പക്ഷെ എന്നാലും മനസ്സിൽ പേടി, കൊച്ചിനെ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം എല്ലാവർക്കും ഞാൻ പ്രഗ്നൻ്റ് ആണെങ്കിലും ഓരോ മന്ത് കഴിയുമ്പോഴും ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും സ്കാൻ കഴിയുമ്പോഴും അതിൻ്റേതായ ഒരു വിഷമവും ടെൻഷനൊക്കെ മനസ്സിലുണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞത് നവംബർ 4 അങ്ങനെ 4-ാം തീയതി ആകുമ്പം അഡ്മിറ്റ് ആവണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ 3-ാം തീയതി അതായത് വെളുപ്പിനായപ്പോഴേക്കും എനിക്കെന്തോ പെയിനൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ തന്നെ നമ്മൾ രാവിലെ വേഗം വണ്ടി വിളിച്ച് പോയി. അപ്പോൾ അവിടെ ചെന്ന പാടെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഓവർ പ്രൊസീജിയറൊന്നും നടത്തിയില്ല കേട്ടോ. പറഞ്ഞു ഈ പേഷ്യൻ്റ് വന്നിട്ടുണ്ട്, ഹിപ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടറും വന്നിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് സീരിയസ് ആയിരുന്നല്ലോ എൻ്റെ കാര്യം. പുറത്ത് ഇത്ര നേരം വീഡിയോ എടുത്തിട്ടേ ഇപ്പോൾ പുറത്ത് വണ്ടികൾ നല്ലോണം പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ വീട്ടിൽ വരുന്നതുകൊണ്ട് ഞാൻ റൂമിലേക്ക് വന്നതാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ട സമയത്തും എനിക്കിങ്ങനെ നമ്മളിങ്ങനെ ബോധം ഇങ്ങനെ പോവുക, അങ്ങനെ ആ ഒരു ടൈം ഇങ്ങനെ വരുമ്പോൾ മെസ്സേജൊക്കെ എന്താവും, പുറത്തിങ്ങനെ കുറേ പേര് ബേബിനെ കാത്ത് നിൽക്കുന്നുണ്ടല്ലോ, എന്താവും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഇങ്ങനെ പോയി. പിന്നെ അപ്പോഴേക്കും ഒരു ഇത് കിട്ടിയപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ശില്പ നീ പോയാട്ടോ പറഞ്ഞു. എൻ്റെ പൊന്നെ
ഒരുവിധം എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫുഡുകളൊക്കെ ഉണ്ട് പുറത്ത്. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കുറേ ഉണ്ട്. അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ഡ്രിങ്ക്സൊക്കെ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ജ്യൂസ് ഐറ്റംസുകളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പുറമെ എൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും അങ്ങനെ വേണ്ട, ഇത് കഴിഞ്ഞിട്ടായാലും എനിക്ക് കുടിക്കാലോ, എനിക്ക് തിന്നാലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ അതൊക്കെ മൊത്തം കംപ്ലീറ്റ് ഒഴിവാക്കി. അങ്ങനെ എല്ലാം കഷ്ടപ്പെട്ടൊക്കെ നോക്കിയിട്ടാണ് അത്രയും അവിടെ വരെ എത്തിച്ചത്. കാരണം പോവരുത്, കാരണം ഞാൻ ഇനിയും പ്രഗ്നൻ്റ് ആയാലും എനിക്ക് ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാവുന്നത്. കാരണം എൻ്റെ യൂട്രസ് ഇങ്ങനെയാണ്, അപ്പോഴും ഇതുപോലെ തന്നെ റെസ്റ്റ് കിട്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പോൾ ഒരവസ്ഥയിലാണെങ്കിലും ഈ ഫസ്റ്റ് ബേബി ആണല്ലേ, അപ്പോൾ എനിക്ക് പറ്റുന്നില്ല, അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഫുൾ റെസ്റ്റും അതുപോലെ നല്ലോണം പ്രാർത്ഥന തന്നെയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോ പറയാൻ കാരണം ഇതുപോലെ കുറേ സ്റ്റേജും ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറേ പേർക്ക് ഉണ്ടാവും. അതായത് ഞാൻ എൻ്റെ ഈ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ നമ്മളെപ്പോഴും യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമല്ലോ, ഞാനും ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെ നോക്കിയത്, എല്ലാവരെപ്പോഴും നോക്കി കമൻറ്റും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെയും ഇത് പോയി 3-4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബേബി പോയി, അങ്ങനെയായിരുന്നു, രണ്ടാമത്തെ അങ്ങനെ കുറേ ഞാൻ കമൻസൊക്കെ കണ്ടു. അപ്പോൾ തന്നെ ഞാനും വിചാരിച്ചു ഇതങ്ങനെയാണ്, നമ്മളങ്ങനെ വിഷമിക്കാതിരിക്കാം. നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കാം, അതുപോലെ ഫുഡിൻ്റെ കാര്യം, ബേബിയുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം എനിക്ക് ഇത്രയും റിസ്ക് പറഞ്ഞിട്ടും ഞാൻ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഫുൾ റെസ്റ്റ് തന്നെയായിരുന്നു. ഞാൻ അധികം എഴുന്നേക്കലോ ഇപ്പോൾ വർക്കൗട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വർക്കൗട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ചെയ്യേണ്ട ആവശ്യം ചെയ്യാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട്. അപ്പോൾ ഞാനങ്ങനെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓൾമോസ്റ്റ് രാവിലെ എഴുന്നേൽക്കുന്നത് എല്ലാ നട്ട്സും അതുപോലെ ഫുഡും ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കഴിക്കുമായിരുന്നു കേട്ടോ. ഞാനൊന്നും ഒഴിവാക്കില്ല. എനിക്ക് ഇഷ്ടമില്ലാത്തതായാലും ഞാൻ കഴിക്കുമായിരുന്നു. നല്ല സാധനങ്ങളൊക്കെ എല്ലാം നമ്മൾ ഡോക്ടറോട് സജസ്റ്റ് ചെയ്യും, ഇതെങ്ങനെ കഴിച്ച് കുഴപ്പമുണ്ടോ എല്ലാം ഡോക്ടർ പറയണ എന്തൊക്കെ കഴിക്കണം അതൊക്കെ നമ്മുടെ ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരുമല്ലോ. സിറ്റുവേഷനൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഹോപ്പ് ഒരിക്കലും വിട്ട് കളയരുത്, കാരണം നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. എൻ്റെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.